ഹലോ, ഞാൻ റീസെൻ്റ് ഒരു ടെക് ഐറ്റം മേടിച്ചായിരുന്നു. സോ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ ഈ ഐറ്റത്തിനെ പലരും കിങ് ഓഫ് പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ വിളിക്കാറുണ്ട്. ബേസിക്കലി ഇറ്റ്സ് എ മൗസ് ആൻഡ് ഇറ്റ് ഈസ് ലോജിടെക് MX Master 3S. എനിക്ക് ഈ സെയിം മോഡൽ ഒരു ഓൾഡ് വൺ ഉണ്ടായിരുന്നു. അതിന് ചെറിയ കംപ്ലയിൻറ്റ് വന്നപ്പോഴാണ് ഞാൻ റീസെൻ്റ് ആയിട്ട് പുതിയതൊരെണ്ണം മേടിച്ചത്. സോ ഇതിൻ്റെ അൺബോക്സിങ്ങും ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻസും കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ബോക്സ്. ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്ന OS. പിന്നെ കണക്ഷൻസ് പറയുമ്പോൾ നമുക്ക് ബ്ലൂടൂത്തും പിന്നെ ലോജിയുടെ ബോൾട്ട് റിസീവർ ഉണ്ട്, പിന്നെ USB-C ചാർജിങ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ദേ ഇരിക്കുന്ന ഐറ്റം. പിന്നെ നമ്മുടെ ബോൾട്ട് റിസീവർ ഉണ്ട്. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആവാം. ഇത് നമുക്ക് മൾട്ടിപ്പിൾ ലോജിടെക് ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. And this is the cable and the paperwork. USB-C cable ആണ് to A. It's pretty much it. Basically cardboard പെട്ടിയാണ്, recyclable. സോ ഇവിടെയാണ് പവർ ബട്ടൺ. നമ്മൾ ജസ്റ്റ് സ്ലൈഡ് ചെയ്തിട്ട് ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ 1-ൽ ലൈറ്റ് കത്തും. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ഗ്രീൻ ലൈറ്റും കാണാൻ പറ്റും. സോ ഇതാണ് ഐറ്റം. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്. സോ മെയിൻലി ഇതിൻ്റെ കംഫർട്ട് വരുന്നത് തന്നെ ഇതിൻ്റെ ഷേപ്പിൽ നിന്നാണ്. നമുക്ക് കറക്റ്റ് ആ തംബ് റെസ്റ്റും എല്ലാം ഉണ്ട്. കറക്റ്റ് ആ നമ്മുടെ ഹാൻഡിൻ്റെ ഷേപ്പിന് മോൾഡഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ബട്ടൺസ് നോക്കിയാലും നമുക്ക് മെയിൻ 2 ബട്ടൺസ് ഉണ്ട്, പിന്നെ സ്ക്രോൾ വീല് വരുന്നുണ്ട്, പിന്നെ സൈഡിലൊരു എക്സ്ട്രാ സ്ക്രോൾ വീല് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ 2 ബട്ടൺസ് ഉണ്ട്. നമുക്ക് അത് നോർമലി ഫ്രണ്ട് ആൻഡ് ബാക്ക് പോകാനൊക്കെ ആയിട്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. പിന്നെ ഇവിടെ എക്സ്ട്രാ ബട്ടണും കൂടി ഉണ്ട് ഇവിടെ. അത് ബേസിക്കലി നമുക്ക് മാക്കിലൊക്കെ യൂസ് ഉണ്ട്. ഈവൻ ഈ ബട്ടൺസ് നമുക്ക് ക്രോമിലൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. നമ്മൾ ആ വിൻഡോയിൽ ബാക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും പോകാൻ പറ്റും. പിന്നെ ഇതും നമുക്ക് സൈഡ് സ്ക്രോൾ ചെയ്യാൻ പറ്റും ഈ സ്ക്രോൾ വീൽ വെച്ചിട്ട്. സോ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിൽ കാണുന്ന പോലെ നമുക്ക് 3 ഡിവൈസസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോജി ബോൾട്ട് ആ റിസീവർ ഉണ്ട്, ഓർ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതാണ് 2 കണക്ടിവിറ്റി ഓപ്ഷൻസ്. പിന്നെ ഒരു ഡിഫറൻസ്, നമുക്ക് വയേർഡ് യൂസ് ഇല്ല. ഇവർ USB-C ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ബേസിക്കലി ചാർജിങ്ങിനാണ്. ഫാസ്റ്റ് ചാർജിങ് ആണ്, പക്ഷേ നമുക്ക് വയേർഡ് യൂസ് ഇതുകൊണ്ട് നടക്കില്ല എന്തായാലും. ജസ്റ്റ് ചാർജിങ്ങിന് മാത്രമാണ് USB-C പോർട്ട്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചറാണ് ഇതിൻ്റെ സ്ക്രോൾ വീല്. ഇത് നമുക്ക് ഇൻഫിനിറ്റി സ്ക്രോളും പറ്റും, പിന്നെ അല്ലെങ്കിൽ റാച്ചറ്റഡ്, നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാനായിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റും. അതപ്പോൾ ഈ ബട്ടൺ ഞെക്കിയിട്ടാണ് നമുക്ക് അത് ഇങ്ങനെ റാച്ചറ്റഡ് ആക്കാം, ഓർ വീണ്ടും ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫിനിറ്റി സ്ക്രോൾ ആവും. പിന്നെ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വേർഷനും ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചറായിട്ട് എല്ലാവരും പറയുന്നതാണ് ഭയങ്കര ക്വയറ്റാണ് സംഭവം. എനിക്കും അതൊരു ഫീച്ചർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വീണ്ടും മേടിച്ചത്. കാരണം നമ്മൾ നോർമൽ മൗസസ് ക്ലിക്കി സൗണ്ട് ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷേ എനിക്ക് ആ ക്ലിക്കി സൗണ്ട് അത്ര താല്പര്യമില്ല. സോ ഇത് നല്ല ക്വയറ്റാണ്. സോ നമുക്ക് ഇവിടെ വീട്ടിലാണെങ്കിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ക്വയറ്റായിട്ടിരിക്കുന്നതാണ് താല്പര്യം. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും കണ്ടത് ഇതിൻ്റെ സെൻസർ ഭയങ്കര അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചാലും അങ്ങനത്തെ ഏത് സർഫസിൽ വെച്ചാലും നോർമലി ഇവർ പിക്കപ്പ് ചെയ്തോളും. അങ്ങനെ ഒരു സംഭവം. എനിക്ക് ആകെ ഒരു ചെറിയ ഇടയ്ക്ക് പ്രശ്നം പോലെ തോന്നിയത്, ഒരു ഫെൽറ്റ് കൈൻഡ് ഓഫ് മൗസ് പാഡ് ഉണ്ട്, ആ ഒരു ഫെൽറ്റ് മെറ്റീരിയൽ. അതിൽ എനിക്ക് 1-2 പ്രാവശ്യം ചെറിയൊരു ഇഷ്യൂ, സെൻസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതൊഴിച്ച് ബാക്കി ഇത് എവിടെ യൂസ് ചെയ്താലും ഒരു സീനും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഈ മൗസ് കൺസിഡറബിളി കുറച്ച് ഹെവിയർ ആണ്, പക്ഷേ എനിക്ക് തോന്നിയത് ഓവറോൾ ആ ഷേപ്പും എല്ലാം കൊണ്ട് നമുക്ക് കംഫർട്ട് നൈസ് ആയതുകൊണ്ട് നമുക്കതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ മാത്രമില്ല. ഓൾസോ ദിസ് ഇസ് ഫോക്കസ്ഡ് മോർ ഫോർ പ്രൊഫഷണൽസോ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സൊക്കെ. സോ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് നല്ലപോലെ യൂസ് ഉണ്ടാവും. ഈ എക്സ്ട്രാ ബട്ടൺസും ആ സ്ക്രോൾ വീലിൻ്റെ ഫീച്ചേഴ്സും എല്ലാം കൂടെയൊക്കെ നൈസ് ആയിരിക്കും. പക്ഷെ ഒരു ഗെയിമർ ലെവൽ നോക്കുമ്പോൾ ദിസ് ഇസ് ഗോൺ ബി നോട്ട് എ ഗുഡ് ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ വേറെ കളേഴ്സും ഉണ്ട്. ഒരു വൈറ്റ് കൈൻഡ് ഓഫ് കളറും ഒരു ഗ്രേയും. പിന്നെ ഇവർ ഇതിൻ്റെ ബാക്കിൻ്റെ വേർഷൻ മാത്രമായിട്ട് ഇറക്കുന്നുണ്ട്.
സോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം. അതിന് പ്രത്യേകിച്ച് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. മാക്കിൻ്റേതായ കുറച്ച് വിൻഡോ മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സൊക്കെ എക്സ്ട്രാ അതിനകത്ത് കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇതിൽ വേണമെങ്കിൽ മാപ്പ് ചെയ്യാം. സോ ഇതിലും ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കസ്റ്റമൈസേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇവരുടെ ആപ്പ് ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. സോ ഇറ്റ്സ് കോൾഡ് ലോജി ഓപ്ഷൻസ് പ്ലസ്. സോ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും എല്ലാ ഡിവൈസസും നമുക്ക് കാണിച്ചു തരും. ആൻഡ് നമ്മൾ മൗസിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഈച്ച് ബട്ടണും സ്ക്രോൾ വീലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ആണ് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഈ പേജിൽ നമുക്ക് ബേസിക്കലി സ്ക്രോൾ വീൽസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. സോ നമുക്ക് പോയിൻ്റർ സ്പീഡും സ്ക്രോൾ വീൽസിൻ്റെ സ്പീഡ്, ഡിറക്ഷൻ, അങ്ങനത്തെ സെൻസിറ്റിവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ജനറൽ സെറ്റിങ്സ് ആണ്. അതുപോലെ നമുക്ക് ഓരോ ആപ്പിനും ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ആൻഡ് അത് പോയിന്റ് ആൻഡ് സ്ക്രോളിന് മാത്രമല്ല, നമ്മൾ മറ്റേ ബട്ടൺസിനാണെങ്കിലും ഓരോ ആപ്സിനും എന്തൊക്കെ ഓരോ ബട്ടൺ ചെയ്യണമെന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവിടെ കാണുന്ന പോലെ ഞാൻ ഓരോ ആപ്സും ആഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ പേജിലാണ് നമ്മുടെ ഡിവൈസസ് കാണിച്ചു തരിക. സോ ബേസിക്കലി 3 കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആ ബട്ടൺ ഞെക്കി സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് നമ്മൾ ഏതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടോ എല്ലാം കാണിക്കും. ആൻഡ് ദിസ് ഇസ് ദ സെറ്റിംഗ്സ് പേജ്. സോ ഇവിടെ നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാം, ബോത്ത് ഫോർ റിസീവർ ആൻഡ് ദ മൗസ്. പിന്നെ അല്ലാത്ത ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഈ കോർണറിൽ നമുക്ക് ചാർജ് കാണാൻ പറ്റും. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ആപ്സ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്സ് വേണമെങ്കിലും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ ദാറ്റ്സ് പ്രെറ്റി മച്ച് ഇറ്റ്. ബാക്കിൽ പോയാൽ നമ്മുടെ എല്ലാ ഡിവൈസും കാണാം. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് എക്സ്പെൻസീവ് സൈഡിലാണ്. കാരണം 100 to 120 ആണ് നോർമലി ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. പക്ഷേ ഞാനിത് മേടിച്ചപ്പോൾ എനിക്ക് $85 ആയുള്ളൂ. കാരണം ഇത് ആമസോണിൽ ഒരു സെയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ മേടിച്ചത്. സോ ആ സമയത്ത് എനിക്ക് $85 പ്ലസ് ടാക്സ്, അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. ഈവൻ ദോ നമ്മൾ പ്രീമിയം പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ക്വാളിറ്റി വൈസ് ഇറ്റ് വിൽ സ്റ്റേ ഫോർ അറ്റ്ലീസ്റ്റ് 3 years. സോ ഇൻ മൈ കേസ് എൻ്റെ പഴയത് 3 വർഷമായിപ്പോൾ. അതും ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആണ് ഞാൻ പറഞ്ഞ ഒരു മിസ്ക്ലിക്കിൻ്റെ ഇഷ്യൂ. പക്ഷേ അതിപ്പോൾ എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്, അവൾക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. സോ ഇറ്റ് വിൽ സ്റ്റിൽ ഗോ ഓൺ ഫോർ മേ ബി 1 more year ഓർ സംതിങ്. സോ ഡെഫിനറ്റ്ലി നമ്മൾ ആ പ്രൈസ് റേഞ്ച് കൊടുത്താലും കുറച്ച് കാലം നിൽക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓൾസോ ബാറ്ററി ലൈഫ് ഈസ് പ്രെറ്റി അമേസിങ്. ഓണസ്റ്റ്ലി ഞാൻ എത്ര ടൈം എന്ന് ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് 2 weeks എനിക്ക് കിട്ടാറുണ്ട് മിനിമം. സോ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഐ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് MX കീസ് കീബോർഡ്. അത് വിത്തിൻ എ വീക്ക് എനിക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. പക്ഷേ ഇത് ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. മൗസ് അത് എപ്പോഴേലൊക്കെ റെഡ് കത്തുമ്പോൾ ഞാനൊന്ന് ചാർജ് ചെയ്യും, ഫുള്ളി ചാർജ് ചെയ്യും, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓൾസോ ലോജിടെക്കിൻ്റെ ആയതുകൊണ്ട് ഞാൻ കീബോർഡും മൗസും സെയിം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എനിക്ക് ലോജി ബോൾട്ട് റിസീവർ യൂസ് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റും. സോ കീബോർഡും മൗസും എനിക്ക് അറ്റ് ദ സെയിം ടൈം ഒരൊറ്റ സിംഗിൾ റിസീവർ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ യാ, ദാറ്റ്സ് പ്രെറ്റി മച്ച് മൈ ഫസ്റ്റ് ഇംപ്രഷൻസ്. ഇത് നൈസ് ഒരു ഓപ്ഷനാണ്. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ പഴയൊരു മോഡൽ ഉണ്ടായിരുന്നു, സെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും മേടിച്ചത്. പക്ഷേ നിങ്ങൾക്ക് നല്ല ഓപ്ഷനാണോ എന്ന് ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെയിൻലി പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനൊക്കെയാണ് കൂടുതൽ യൂസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എർഗണോമിക്സ് ആണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ എക്സ്ട്രാ ബട്ടൺസും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ആവും എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഗെയിമേഴ്സ് ഫോർ ഷുവർ യു വുഡ് ഹാവ് വേ ബെറ്റർ ഓപ്ഷൻസ്. യു ഡോണ്ട് ഹാവ് ഈവൻ ഹാവ് ടു ലുക്ക് അറ്റ് ദിസ്. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ പ്രീമിയം പ്രൈസ് റേഞ്ച് ആണ്. പക്ഷേ ജസ്റ്റ് ലുക്ക് ഔട്ട് ഫോർ എനി സെയിൽസ് ഓർ എനി എക്സ്ട്രാ ഡിസ്കൗണ്ട്. ഈവൻ ലോജിടെക്കിൻ്റെ സൈറ്റിൽ അവരിടയ്ക്ക് ക്യൂപ്പൺ കോഡ്സ് ഒക്കെ വയ്ക്കാറുണ്ട്. സോ എക്സ്ട്രാ ഡിസ്കൗണ്ട്സ് ഒക്കെ കിട്ടാറുണ്ട്. സോ ദാറ്റ്സ് പ്രെറ്റി മച്ച് ഇറ്റ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. പിന്നെ ഓൾസോ പ്രൊഡക്റ്റ് നിങ്ങൾക്കുണ്ടോ അതോ നിങ്ങൾക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടോ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും, എല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.